ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ബ്രൂച്ചാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത വന്നിട്ട് ഫുൾ വൈറ്റിലാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത്. ബീഡ്സ് ആണെങ്കിലും ഫ്ലവേഴ്സ് ആണെങ്കിലും ഫുൾ വൈറ്റാണ് നമ്മൾ മെറ്റീരിയൽസ് ഇതിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബ്രൂച്ച് ഓണത്തിനെല്ലാം യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബ്രൂച്ചാണ്. അപ്പോൾ മുല്ലപ്പൂവിന് പകരമൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. ഓണത്തിന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെറൈറ്റി ആയിരിക്കും. ഓണത്തിന് മുന്നേ എനിക്ക് നിങ്ങളിത് കാണിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഓണമൊക്കെ ആയപ്പോഴേക്കും എനിക്ക് പനിയായി, ചുമയായി, അതുപോലെ സൗണ്ടൊക്കെ പോയി. അപ്പോൾ ആഴ്ചകളോളം എനിക്ക് വീഡിയോ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു സൗണ്ട് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ കുറച്ച് സൗണ്ടൊക്കെ ഇങ്ങനെ ക്ലിയറായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇതിൻ്റെ മെറ്റീരിയൽസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്കിതിനായിട്ട് വേണ്ടത് 2 ടൈപ്പ് ഗിയർ വയറാണ്. ഒന്ന് 3ഉം ഒന്ന് 4ഉം ആണ് സൈസ് വന്നിട്ട്. സിൽവർ കളറിലുള്ള ഗിയർ വയറാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതുപോലെയുള്ള വൈറ്റ് ഫ്ലവേഴ്സാണ്, നല്ല ക്വാളിറ്റി ഉള്ള ഫ്ലവേഴ്സാണ് കേട്ടോ. പിന്നെ വരുന്നത് റൈസ് ബീഡാണ്. 2 സൈഡിൽ ഇങ്ങനെ ചെണ്ട പോലത്തെ ബീഡ്സാണ് കേട്ടോ, നല്ല ഭംഗിയാണ്. പിന്നെ വരുന്നത് ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ബീഡ്സ്. ഇത്രയാണ് കേട്ടോ നമുക്ക് മെറ്റീരിയൽസ് ആയിട്ട് വേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു 3mm ഗിയർ വയർ അത്യാവശ്യം നല്ല നീളത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ ആ ഒരു ഓർഡറിൽ തന്നെ ബീഡ്സുകളെല്ലാം കോർത്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്തതിന് ശേഷം ഇതുപോലെ അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്. നല്ല ടൈറ്റായിട്ട് വേണം പിരിച്ചു കൊടുക്കാനായിട്ട്. ഇനി അതിൻ്റെ തൊട്ട് താഴെയുള്ള ഈ ഒരു കമ്പിയിൽ ഇതേ ഓർഡറിൽ തന്നെ ബീഡ്സുകൾ കോർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്തതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ നല്ല ടൈറ്റായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ പിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊട്ട് താഴെയുള്ളത് ഈ ഒരു കമ്പിയിൽ അതേ ഓർഡറിൽ തന്നെ ബീഡ്സുകൾ കോർത്തതിന് ശേഷം ആ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് 2 കമ്പികൾ ബാലൻസ് ഉണ്ടാവും. അത് ഇതുപോലെ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു കമ്പിയിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ അതേ ഓർഡറിൽ തന്നെ ബീഡ്സുകൾ കോർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം പിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ നമുക്ക് ഈ ഒരു പാർട്ട് കിട്ടുന്നത്. ഇനി ലാസ്റ്റ് ആ ഒരു 2 കമ്പി ഇതുപോലെ പിരിച്ചു കൊടുക്കുക. ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റുകയാണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ഫ്ലവർ ബീഡ് വെച്ചിട്ടുള്ള പാർട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരുപാടെണ്ണം ഞാൻ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ബ്രൂച്ചിന് കുറച്ചും കൂടെ ഹെവി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പാർട്ടുകൾ ഉണ്ടാക്കിയാൽ മതി. ഇനി നമ്മൾ റൈസ് ബീഡ് വെച്ചിട്ടുള്ള പാർട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ റൈസ് ബീഡ് കോർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു വൈറ്റ് ബീഡ് കോർത്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ വീണ്ടും റൈസ് ബീഡ് കോർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കേട്ടോ കിട്ടുന്നത്, ഈ ഒരു ഷേപ്പിലാണ് കിട്ടുന്നത്. എന്നിട്ട് ഇതുപോലെ വളച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ തൊട്ട് താഴെയുള്ള കമ്പിയിൽ നമ്മൾ നേരത്തെ കോർത്ത് കൊടുത്ത അതേ ഓർഡറിൽ തന്നെ ബീഡ്സുകൾ കോർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്. പിരിച്ചു കൊടുക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ പിരിച്ചു കൊടുക്കുക കേട്ടോ. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈ ഒരു കമ്പിയിൽ നമ്മൾ വീണ്ടും അതേ ഓർഡറിൽ തന്നെ ബീഡ്സുകൾ കോർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ പിരിച്ചു കൊടുക്കുക കേട്ടോ. ഇനി അതിൻ്റെ തൊട്ട് താഴെയുള്ള 2 കമ്പി ഉണ്ട് കേട്ടോ, അതും ഇതുപോലെ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ തൊട്ട് താഴെയുള്ള കമ്പിയിൽ നമ്മൾ നേരത്തെ കോർത്ത അതേ ഓർഡറിൽ തന്നെ ബീഡ്സുകൾ കോർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ പിരിച്ചു കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കമ്പിയിൽ ഈ ഒരു ബീഡ്സുകൾ കോർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ തൊട്ട് താഴെയുള്ള 2 കമ്പികൾ നന്നായിട്ട് പിരിച്ചു കൊടുക്കുക. ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ നമ്മളുടെ റൈസ് ബീഡ് വെച്ചിട്ടുള്ള പാർട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. ഇനി ലാസ്റ്റ് അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഈ കാണുന്നത് ഇതുപോലെ ഒരുപാടെണ്ണം ഉണ്ടാക്കി വെച്ചതാണ്. ഇനി നമുക്ക് ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഈ ഒരു കമ്പി 4mm കമ്പിയാണ് കേട്ടോ. അതൊരു 15-16 സെൻറ്റിമീറ്ററിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഫ്ലവർ ബീഡ് വെച്ചിട്ടുള്ള പാർട്ടാണ് കേട്ടോ വയ്ക്കാൻ പോകുന്നത്. അത് ഈ ഒരു കമ്പിയുടെ നേരെ വെക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്. നല്ല ടൈറ്റായിട്ട് വേണം കേട്ടോ പിരിച്ചു കൊടുക്കാനായിട്ട്.
ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് റൈസ് ബീഡ് വെച്ചിട്ടുള്ള പാർട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ പിരിച്ചു കൊടുക്കുന്ന ഭാഗം ഞാൻ കുറച്ച് സ്പീഡിൽ കാണിക്കുന്നുണ്ട്. കാരണം അത് സ്ലോയിൽ കാണിച്ചാൽ നമ്മളുടെ ഈ ഒരു വീഡിയോ ലെങ്ത് കൂടി പോവും. അപ്പോൾ പിരിക്കുന്ന ഭാഗം മാത്രം കുറച്ച് സ്പീഡിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു പാർട്ടും കൂടെ വെച്ചിട്ട് നന്നായിട്ട് പിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ഫ്ലവർ ബീഡിൻ്റെ പാർട്ടും കൂടെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബ്രൂച്ച്, ടയർ, ഹെയർ വൈന് അങ്ങനെയുള്ള ഹെയർ അക്സസറീസിൻ്റെ മെറ്റീരിയൽസ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് പേർക്ക് നമ്മൾ ഈ ഒരു മെറ്റീരിയൽസ് അയച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് പേര് ചെയ്തിട്ട് എനിക്ക് ഫോട്ടോസെല്ലാം അയച്ചു തരാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ്. കാരണം നമ്മളുടെ വീഡിയോ കണ്ട് ഇൻസ്പയർ ആയിട്ടാണല്ലോ നിങ്ങളെല്ലാവരും ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽസ് കിട്ടാത്തവരുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഈ ഒരു വീഡിയോൻ്റെ മുകളിലായിട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം എൻ്റെ ഏത് വീഡിയോ എടുത്തു കഴിഞ്ഞാലും അതിലൊരു കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ബ്രൂച്ച്, ടയറയുടെ എല്ലാ മെറ്റീരിയൽസും കിട്ടുന്നതായിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഞാൻ എൻ്റെ വീഡിയോയിൽ ചെയ്യുന്ന അതേ മെറ്റീരിയൽസാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. പിന്നെ അങ്ങനെ റേറ്റും കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ അഫോർഡബിൾ റേറ്റിനാണ് കേട്ടോ ഞങ്ങൾ ഈ ഒരു മെറ്റീരിയൽസ് എല്ലാം സെയിൽ ചെയ്യുന്നത്. അപ്പോൾ കിട്ടാത്തവരുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി. ഒരു 250-300 രൂപ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് ബ്രൂച്ചും ടയറൊക്കെ ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് നമ്മളുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു പാർട്ടുകളെല്ലാം പിരിച്ചു കഴിഞ്ഞപ്പോൾ ഇത്രയും ലെങ്ത്തിലാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത്യാവശ്യം ഹെവി ആയിട്ടാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഇനി ലാസ്റ്റ് ഈ കാണുന്ന കമ്പി നമ്മളിതുപോലെ വളച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണേ. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ചുറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മളുടെ ബ്രൂച്ച് റെഡിയായി. കണ്ടില്ലേ എന്ത് ഭംഗിയാണില്ലേ കാണാനായിട്ട്. അപ്പോൾ ഇതിൽ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയത് എന്താ വെച്ചാൽ താഴെ കാണുന്ന ക്ലോത്തും വൈറ്റായിപ്പോയി. അതുകൊണ്ടാണ് ഈ ഒരു ബ്രൂച്ചിൻ്റെ ആ ഒരു എടുപ്പ് നമുക്കറിയാൻ പറ്റാത്തത്. ആ ഒരു വൈറ്റ് ക്ലോത്തിന് പകരം വേറെ ഏതെങ്കിലും ഒരു കളറ് ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രൂച്ച് ഒന്നും കൂടെ ഇങ്ങനെ നമുക്ക് വിസിബിൾ ആവുമായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്കിത് ശരിക്ക് ഈ ഒരു ബ്രൂച്ചിൻ്റെ ഭംഗി കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ ഇതുപോലെയുള്ള ബ്രൂച്ചോ ടയറോ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ചെയ്ത് നോക്കുക കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞ ഒരു വരുമാനം കൂടെയാണ്. നല്ലൊരു വരുമാനം ആണ്, ചെറിയ വരുമാനമല്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. മെറ്റീരിയൽസ് കിട്ടാത്തവരുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു.